ഫായിസേ, ഓ നല്ല അടിപൊളി കോസ്റ്റ്യൂം, താങ്ക് യു. നല്ല രസമുണ്ട് കാണാനായിട്ട്. കുറേ പാട്ടുകളുടെ വിഷ്വൽസ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുന്നു ഈ ഒരു കോസ്റ്റ്യൂം കാണുമ്പോൾ. ഇന്ന് നമ്മൾ വന്നത് ഇശൽ സ്മരണ റൗണ്ടിൽ പെർഫോം ചെയ്യാനാണ്. ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്? ഞാൻ പീർ മുഹമ്മദ് കാടെ CH വെള്ളിക്കുളങ്ങര എഴുതിയ റിജു സഭ തളിർ കുളിർക്കാറ്റ് എന്ന് പറഞ്ഞ പാട്ടാണ്. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. നന്നായി പ്രാക്ടീസ് ചെയ്തു. അത് നമുക്ക് ഈ 3 റൗണ്ടുകളിലാണല്ലോ ഓരോ സ്കെഡ്യൂൾ നമുക്ക് പെർഫോമൻസ് വരിക. അപ്പം നീ എങ്ങനെയാണ്? എന്തായാലും നമുക്ക് 3 പഠിക്കണം. അപ്പം ആ കൂട്ടത്തിൽ കുറച്ചും കൂടി എളുപ്പമുള്ളത് ആദ്യം പഠിക്കുക, ടഫുള്ളത് ലാസ്റ്റ് പഠിക്കുക. എന്താ നിന്റെ ഒരു ക്രൈറ്റീരിയ? എന്താ? നമുക്കതിന് ഒരേ പാട്ടായിട്ടാണ് കൺഫേം ചെയ്ത് കിട്ടല്. കിട്ടുന്ന പാട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും, അടുത്ത പാട്ട് കിട്ടി അതിങ്ങനെ കേൾക്കും, കേൾക്കലാണ്. പിന്നെ അവസാനം വരി പഠിക്കാനൊക്കെ അവസാനം ഇരിക്കുള്ളൂ. ആദ്യം നമ്മളത് കേട്ട് ട്യൂണും ഒക്കെ ആയിട്ട് ആ സംഗതികളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് പരിചയമാവുക അല്ലേ? പാട്ട് ആദ്യം മനസ്സിലാവണം, കുറെ കേൾക്കണം, ട്യൂൺ തന്നെ. എന്നിട്ടാണ് നമ്മളത് പഠിക്കുന്നത്. അത് നല്ലൊരു അപ്രോച്ചാണ് കേട്ടോ. ശരി, അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ വിഷ്വൽ കാണാം. നന്നായിട്ട് പാട്, അടിപൊളിയാക്ക്. താങ്ക് യു. റിജു സഭ തളിർ കുളിർക്കാറ്റേ, റൗളയെ തഴുകി വരും കാറ്റേ, ഇല്ലായ്മയിൽ നിന്നും ലോകത്തെ പടച്ച അല്ലാന്റെ കുതിരത്ത് നീ കേട്ടോ. റിജു സഭ തളിർ കുളിർക്കാറ്റേ, റൗളയെ തഴുകി വരും കാറ്റേ, ഇല്ലായ്മയിൽ നിന്നും ലോകത്തെ പടച്ച അല്ലാന്റെ കുതിരത്ത് നീ കേട്ടു. ആദ്യമായി റബ്ബ് മണിമൂത്ത് ആരംഭ നബിയുടെ ഒളി തീർത്ത്, ആദ്യമായി റബ്ബ് മണിമൂത്ത് ആരംഭ നബിയുടെ ഒളി തീർത്ത്, അയ്യൊളിവിൽ നിന്ന് ലേശമെടുത്ത് തുയ്യവൻ പടച്ചിര് ലോകത്തെ, തുയ്യവൻ പടച്ചിര് ലോകത്തെ. അർശിന്റെ അതിർപ്പക്കൊമ്പത്തെ അഴകേറും മയിലിന്റെ കോലത്തിൽ, അർശിന്റെ അതിർപ്പക്കൊമ്പത്തെ അഴകേറും മയിലിന്റെ കോലത്തിൽ, പിന്നീട് ഒളിവിനെ ഇരുത്തിലാക് പുന്നാര നബിയെ ആദരിച്ച്, പുന്നാര നബിയെ ആദരിച്ച്. ബദറുത്തമാമായി ദിക്ക
ദിക്കെട്ടി നിന്നും പ്രഭയായി മക്കത്ത് ബദറുത്തമാമായി ദിക്കെട്ടി നിന്നും പ്രഭയായി അഹ്മദ് നബി പിന്നെ ഭൂജാതനായി ആമിനക്കാരമ്പ മോനായി ആമിനക്കാരമ്പ മോനായി യാ റഹീം യാ കരീം യാ ജലീൽ യാ ഗഫാർ യാ റഹീം യാ കരീം യാ ജലീൽ യാ ഗഫാർ റിജു സഭാതളിർ കുളിർ കാറ്റേ റൗളയെ തഴുകി വരും കാറ്റേ ഇല്ലായ്മയിൽ നിന്നും ലോകത്തെ പടച്ച അല്ലാന്റെ കുതിരത്ത് നീ കേട്ടു യാ റഹീം യാ കരീം യാ ജലീൽ യാ ഗഫാർ യാ റഹീം യാ കരീം യാ ജലീൽ യാ ഗഫാർ. പായസേ ഓ ഇങ്ങനെ കേട്ടിരിക്കാൻ പറ്റിയ ഒരു നല്ല പാട്ട്, നല്ല ഒഴുക്കുള്ള നല്ല രസമുള്ള ഒരു പാട്ട്. ഇനി അത് അവിടെ എങ്ങനെ എത്തി എന്ന് നമുക്ക് ചോദിക്കാം. അൻവർക്ക, കമറു ശ്രുതിയുടെ താളം കൂടെ വായിച്ചാണ്. യാ റഹീം യാ കരീം യാ ജലീൽ യാ ഗഫാർ യാ റഹീം യാ കരീം യാ ജലീൽ യാ ഗഫാർ. അരെ വാ. പെട്ടെന്നൊരു ഐഡിയയും ഒരു കൗതുകവും വന്നു. പാടിയത് ഒരു സിംഗിൾ പാർട്ട് ഹാർമണി പിടിക്കാമെന്ന് വിചാരിച്ചു. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അടിപൊളി. ചില ട്യൂണുകൾ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. ഞാൻ മനസ്സിൽ വിചാരിച്ച് ബാക്കി കോറസ് പാടാൻ നിന്ന കുട്ടികളിൽ ആരെങ്കിലും ഒരു 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 പാർട്ട് അങ്ങ് പാടുമെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് പാടുമായിരുന്നു, അതിൻ്റെ കൂടെ ഇങ്ങനെ പാടായിരുന്നു. നല്ല രസമാണ് ഇങ്ങനെ അതിൻ്റെ ഈ ഒരു കോറസ് പോർഷൻസ് ഒരു ഒരു നല്ല ഭംഗിയാണ് അത് കേൾക്കാൻ. ഇത് നല്ലൊരു സുന്ദരമായ ഒരു പാട്ട്. പീർ മുഹമ്മദ് സാഹിബിൻ്റെ പാട്ട് വളരെ മനോഹരം. ഒരുപാട് സിംഗേഴ്സ് ഇത് വേദികളിൽ പാടാറുണ്ട് ഈ പാട്ട്. ആ പാട്ട് ഫായിസും വളരെ മനോഹരമാക്കി പാടി. യൂഷ്വലായിട്ട് സാധാരണ സംഭവിക്കുന്ന പോലെ സംഭവിച്ചു. ഹൃദ്യമായിരുന്നു, അടിപൊളിയായിരുന്നു. വേറെ സ്ലിപ്പുകളൊന്നും ഉണ്ടായില്ല. വളരെ ഭംഗിയായി പാടി. ലിറിക്സൊക്കെ പക്കായിരുന്നു. കിടിക്ക്. താങ്ക് യു സോ മച്ച്. ശബ്നം ഓ ഒന്നും എഴുതി വെച്ചിട്ടില്ല കേട്ടോ. നല്ലതായിട്ട് പാടി. ആ ഒരു ഫ്ലുവൻ്റ് ആയിട്ട് എല്ലാ സംഗതികളും മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അടിപൊളി. ആ പിന്നെ ആ ലാസ്റ്റ് ഒരു ഹാർമണി പാടിയില്ലേ, ഒരു ഹമ്മിങ്, നമ്മുടെ ആരാണ്, റഫ്ന. ദാറ്റ് വാസ് രണ്ടുപേരും നന്നായിട്ട് പാടി കോറസ്. ബട്ട് ദാറ്റ് അത് ആദ്യമായിട്ടാണ് നമ്മുടെ ഇവിടെ ഈ ഫ്ലോറിൽ ഞാൻ അതെ. കേൾക്കുന്നത്. അങ്ങനെ ഒരു ഹാർമണി. ദാറ്റ് വാസ് അവക്കൊരു കയ്യടി. ഓക്കെ, ശരി. താങ്ക് യു സോ മച്ച്.